എത്ര തന്നെ മൂർച്ചയുള്ള ആയുധമാണെന്നുണ്ടെങ്കിലും അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ബലം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അപ്സ്കില്ലറിൻ്റെ ആപ്പ് ഉണ്ട്. സോ നിങ്ങളത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ല യൂസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബലം ഉണ്ടാവില്ല. ഓക്കെ. സോ സോ എങ്ങനെ നിങ്ങളുടെ ആപ്പിനെ വളരെ വൃത്തിയായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കെമിസ്ട്രി ഫുൾ A+ വാങ്ങുന്ന രീതിയിലേക്ക് ഇതിനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് വൃത്തിയായിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നേരെ മുകളിൽ വരിക. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഇവിടെ ഉണ്ട്. സോ ആദ്യം നിങ്ങളൊരു വാമപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് ഇന്നത്തെ ലെസൺ കാണണം, സ്ട്രീക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ നേരെ ഇവിടെ സ്റ്റാർട്ട് വാമപ്പ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വേണം നിങ്ങളുടെ ഡേ, മീൻസ് നിങ്ങളൊരു അപ്സ്കില്ലർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ തുടങ്ങാൻ വേണ്ടി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുമ്പേ പഠിച്ച കോൺസെപ്റ്റുകളെ ഇതെന്ത് ചെയ്യും, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആവും. സോ രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം മിസ്റ്റേക്ക് ബുക്കാണ്. സോ മിസ്റ്റേക്ക് ബുക്കിനകത്ത് നിങ്ങൾ ഇതുവരെ വരുത്തിയ എല്ലാ തെറ്റുകളും ഇവിടെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. നിങ്ങൾ ഇതുവരെ വരുത്തിയ തെറ്റുകൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ക്ലാസ് കാണുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും, അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ട്രീക്ക്, XP, ജെം, ഇതിൻ്റെയൊക്കെ യൂസ് എന്താണ് ഹേർട്ട് എന്നുള്ള കാര്യങ്ങളാണ്. സോ സ്ട്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം കാണുന്ന ക്ലാസ്സിന് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡാണ് സ്ട്രീക്ക്. നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ് കയറുമ്പോഴത്തേക്കും, നിങ്ങൾ ഇത് ആപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്ട്രീക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇത് കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീക്ക് ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രീക്ക് പിന്നെയും 0 ആകും. സ്ട്രീക്ക് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രീക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രീക്ക് ബിൽഡ് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് അത് ബൂസ്റ്റ് ആക്കും. ഓക്കെ. സോ സ്ട്രീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതേമാതിരി ഇതാണ് നമ്മുടെ XP എന്ന് പറയുന്നത്. ഈ ഒരു XPയുടെ ബേസിസിലാണ് നമ്മൾ ലീഡർ ബോർഡിൽ മുകളിലേക്ക് കയറുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ലീഡർ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലീഡർ ബോർഡിന്റെ ടോപ്പിലേക്ക് നിങ്ങൾ കയറുന്നത് എന്തിന്റെ ബേസിലാണ്, ഈ XPയുടെ ബേസിലാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു വെറുതെ അങ്ങ് ക്ലാസ് കണ്ട് കളയാണ്ട് നിങ്ങൾ ബുദ്ധി പ്രയോഗിച്ച് എന്ത് ചെയ്യാൻ നോക്കുക, കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓരോ തവണയും ഈ ലീഡർ ബോർഡ് റീസെറ്റ് ആവും, നിങ്ങളുടെ XPയും റീസെറ്റ് ആവും. സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യം വന്നപ്പോൾ ഈ ബ്രോൺസ് എന്ന് പറയുന്ന ഈ ഒരു ലീഗിലായിരിക്കും ഉണ്ടാവുക. സോ അതിൽ നിന്ന് ടോപ്പ് നിൽക്കുന്ന 4 ആൾക്കാരാണ് സിൽവർ ലീഗിലേക്ക് അടുത്ത ആഴ്ച എന്ത് ചെയ്യും, പ്രൊമോട്ട് ആവുന്നത്. താഴെ സിൽവർ ലീഗിൽ നിങ്ങൾ പ്രൊമോട്ട് ആയി തന്നെ വിചാരിക്കുക. സിൽവർ ലീഗിൽ എത്തിയതിനു ശേഷം നിങ്ങൾ നേരെ ചൊവ്വ ഇത് പഠിച്ചിട്ടില്ല, കളിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിൽവർ ലീഗിലെ ആ ഒരു എന്താ പറയാ, ആ ഒരു ലീഡർ ബോർഡിന്റെ ലാസ്റ്റ് 4ലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ചയാകുമ്പോൾ പിന്നെയും ബ്രോൺസ് ലീഗിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഇതാ ഇവിടെ നോക്കി നിങ്ങൾക്ക് പോകാൻ വേണ്ടി ഇത്രയും ലീഗുകളുണ്ട്. സോ ഇതിലിപ്പോ ഒരുപാട് യൂസേഴ്സ് വന്നിട്ടില്ല. ഒരുപാട് യൂസേഴ്സ് വരുമ്പോൾ അതിനും മാത്രം കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾ മാക്സിമം ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്താൻ പറ്റും, കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസവും വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസം ഒരു നിശ്ചിത XP വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ട് ടോപ്പ് കയറാൻ പറ്റും. ടോപ്പ് 4 നിൽക്കുന്ന ആൾക്കാർ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോ ലീഗിലേക്ക് ഇങ്ങനെ എൻ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഷോപ്പ് എന്താണ്, സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം കയറാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കയറാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ബൈ സ്ട്രീക്ക് ഫ്രീസസ്. നിങ്ങൾക്ക് സ്ട്രീക്ക് ഫ്രീസ് വാങ്ങാൻ പറ്റും. ഈ സ്ട്രീക്ക് ഫ്രീസിനാകെ 50 ജെമ്മേ ഉള്ളൂ. സോ നിങ്ങൾ നേരെ വരിക, സ്ട്രീക്ക് ഫ്രീസ് വാങ്ങുക. സ്ട്രീക്ക് ഫ്രീസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കയ്യിൽ ജെംസ് ഉണ്ടല്ലോ, ആ ജെമ്മ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രീക്ക് ഫ്രീസ് വാങ്ങാൻ പറ്റും. സ്ട്രീക്ക് ഫ്രീസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു ദിവസം സ്ട്രീക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സ്ട്രീക്ക് നിങ്ങൾ 0 ആവത്തില്ല, അത് സ്ട്രേവ് ആവും. ഓക്കെ. പിന്നീട് നിങ്ങൾ ഈ ഒരു ഇതേമാതിരി കസ്റ്റം ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലീഡർ ബോർഡിൽ നിങ്ങളെ ഇത് കാണുമ്പോഴത്തേക്കും എന്താ പറയാ, കാണിച്ചു തരാം. അതായത് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻവെന്ററി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡ് ഫ്രെയിം കാണാൻ പറ്റും. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടോ ഗോൾഡ് കളറിൽ നിങ്ങൾക്ക് മറ്റേ ഇത് തെളിയും. ഓക്കെ. സോ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സോ
അതേമാതിരി നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ലേണിംഗ് കാര്യങ്ങളും എല്ലാം. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങളൊന്ന് ഇതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ യൂണിറ്റ്, അതായത് ഇതെല്ലാം ഒരു യൂണിറ്റ് ആണ്, നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാസ്റ്ററി ടെസ്റ്റ് എന്നും പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എക്സ്പി കളക്ട് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ എക്സ്പി കളക്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പി കളക്ട് ആവും. അതേമാതിരി രണ്ടാമതൊരു എക്സ്പി കളക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസിനെ ഇവിടെ കാണാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇവിടെ കാണാൻ പറ്റും. സപ്പോസ് ഈ ഫ്രണ്ടിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ജെമ്മോ എക്സ്പിയോ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്യാൻ പറ്റും. സോ ചൂസ് ക്വസ്റ്റ് ടു കംപ്ലീറ്റ് ടുഗദർ, യു വിൽ ബോത്ത് ഏൺ റിവാർഡ്സ്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് കംപ്ലീറ്റ്, ഇപ്പോൾ സ്ട്രീക്ക് 3 സ്ട്രീക്ക് ആയി കഴിഞ്ഞാൽ 50 എക്സ്പീച്ച് കിട്ടും, 5 ലെസൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 എക്സ്പീച്ച് കിട്ടും. അങ്ങനത്തെ ഒരു ചലഞ്ചുകളുണ്ട്. സോ ചലഞ്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. സോ അതേമാതിരി ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഈ ഗ്രൂപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിനകത്തും നിങ്ങൾക്ക് ചലഞ്ചുകളുണ്ട്. കണ്ടോ ചലഞ്ചുകളുണ്ട്. ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ചലഞ്ചിന് പേര് കൊടുക്കുക, എത്ര XP വേണമെന്ന് കൊടുക്കുക, ടാർഗറ്റ് കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ നിന്നിട്ടുള്ളൊരു ചലഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം ഒരുപാട് ചാപ്റ്റേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. ഹേർട്ട് തീരുന്നിടം വരെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. സോ അഥവാ നിങ്ങൾക്ക് ഹേർട്ട് തീർന്നു, നിങ്ങൾക്ക് ഇനിയും ചാപ്റ്റർ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹേർട്ട് റീഫില്ല് യൂസ് ചെയ്യുക. ഇവിടെ വാങ്ങാൻ പറ്റും. എങ്ങനെ വാങ്ങാം, നമ്മളെ കയ്യിലുള്ള എന്താ പറയുക ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ XP ബൂസ്റ്റർ 2x. സപ്പോസ് നിങ്ങൾക്ക് വാശിയാണ്, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ലീഡർ ബോർഡ് ടോപ്പിൽ കയറണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ വരിക, ഒരു XP ബൂസ്റ്റർ അങ്ങ് വാങ്ങുക. XP ബൂസ്റ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിലുള്ള ഈ ലെസൺസ് ഉണ്ടല്ലോ, ഈ ലെസൺസിന്റെ XP ഒക്കെ നിങ്ങൾക്ക് ഇനി ഇരട്ടിയായിരിക്കും കിട്ടാൻ പോണത്. ഞാൻ പറഞ്ഞ മനസ്സിലായ 10 XP കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 20 XP കിട്ടും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ലീഡർ ബോർഡിൽ ടോപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് എല്ലാ ദിവസവും കയറി നിങ്ങൾ ക്ലാസ് കാണും. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിവസവും ഈ കെമിസ്ട്രി ഇങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം തന്നെ ഏറ്റവും കൂടുതൽ പാട് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. സോ നമുക്കിത് എളുപ്പമാക്കണം, അതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ആണിത്. ഞാനും നിങ്ങളും എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളും ഇതിൻ്റെ കൂടെ ഇത് വിജയിപ്പിക്കാൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പഠിച്ചു മുന്നേറുക, വളരെ സിമ്പിളായിട്ട് പഠിച്ചു കയറുക.